ലിംഗം, ആ ഒരു യോനി ഭാഗം അല്ലെങ്കിൽ ലിംഗം വരുന്ന ഭാഗവും നമ്മളുടെ ഗുദം വരുന്ന ഭാഗവും അതിൻ്റെ ഇടയിലത്തെ ആ ഒരു കുറച്ച് സ്പേസ് ഉണ്ട്. യോഗയിൽ നമ്മളുടെ ക്യാരക്ടറിനെ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും, നമ്മളുടെ സ്വഭാവത്തിനെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു ആസനമുണ്ട്. ആസനമല്ല, ഒരു മുദ്രയാണ് കായമുദ്ര. കായമുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരം ഉപയോഗിച്ച് ചെയ്യുന്ന മുദ്രകളെ കായമുദ്ര എന്ന് പറയും. നമുക്ക് കാണുമ്പോൾ ആസനം പോലെ തോന്നുമെങ്കിലും അത് മുദ്രയാണ്. മനസ്സിലായോ? നമ്മളുടെ വളരെ ഒരുപാട് പ്രത്യേകതകൾ അടങ്ങിയിരിക്കുന്ന ഒരു മുദ്രയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്, മഹാമുദ്ര. മനസ്സിലായോ? മഹാമുദ്ര. ഈ ഒരു മുദ്ര വഴി നമ്മളുടെ ക്യാരക്ടറിനെ, ഒരാള് ദേഷ്യമായിട്ടുള്ള ഒരാളിനെ സൗമ്യനാക്കാനും സൗമ്യമായിരിക്കുന്ന ഒരാളിനെ രൗദ്ര ഗുണമുള്ള ഒരാളാക്കി മാറ്റാനും പറ്റുന്ന വലിയൊരു മുദ്രയാണ്. അതുകൊണ്ടാണ് ഇത് മഹാമുദ്ര. ഒരുപാട് സൂക്ഷ്മമായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകൾ ഈ ഒരു മുദ്രയ്ക്കുണ്ട്, ഈ ഒരു ആസനത്തിനുണ്ട്. മനസ്സിലായോ? ഇത് നമ്മളുടെ യോഗാചാര്യന്മാർ, വലിയ വലിയ മഹർഷിമാർ വളരെ ഗോപ്യമായി വെച്ചിരിക്കുന്ന ചില ആസനങ്ങളിൽ, ചില മുദ്രകളിൽ ഒന്നാണ് ഈ ഒരു മഹാമുദ്ര. അതെങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മളുടെ ഇപ്പം വലത് കാലിലാണ് ചെയ്യുന്നതെങ്കിൽ വലത് കാലിൻ്റെ ഉപ്പുറ്റി നമ്മളുടെ ലിംഗത്തിൻ്റെയും നമ്മളുടെ ആ ഒരു ഗുദത്തിൻ്റെയും ഇടയിലത്തെ ഒരു പോസില്ലേ, ആ പോസിലേക്ക് കയറ്റി അവിടെ തട്ടി വയ്ക്കണം. ആ ഒരു ഭാഗത്തിന് ശീവനി നാഡി എന്ന് പറയും. ആ ഒരു രണ്ടിൻ്റെയും ഇടയിലത്തെയും ആ ഒരു നമ്മളുടെ ലിംഗം, ആ ഒരു യോനി ഭാഗം അല്ലെങ്കിൽ ലിംഗം വരുന്ന ഭാഗവും നമ്മളുടെ ഗുദം വരുന്ന ഭാഗവും അതിൻ്റെ ഇടയിലത്തെ ഒരു കുറച്ച് സ്പേസ് ഉണ്ട്. ആ സ്പേസിനെ ശീവനി, ആ സ്പേസ് വരുന്ന സ്ഥലത്തോട്ട് ഒരു നാഡി പോകുന്നുണ്ട്, ശീവനി നാഡി. ആ ശീവനി നാഡിയിൽ നമ്മളുടെ കാലിൻ്റെ ഉപ്പുറ്റി ടച്ച് ചെയ്തിരിക്കണം. അതാണ് മഹാമുദ്ര. വലത് കാല് നമ്മൾ കയറ്റി വെക്കുകയാണെങ്കിൽ നമ്മൾ കുറെ കൂടെ രൗദ്ര ഗുണവും കർമ്മനിരതനും ആവും. മനസ്സിലായോ? അതേ സമയത്ത് നമ്മൾ ഇടത് കാലാണ് നമ്മൾ കയറ്റി വെക്കുന്നതെങ്കിൽ നമ്മൾ സാത്വികന്മാരാകും. ചില രൗദ്ര ഗുണമുള്ള ദേവിമാരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചില ഭദ്രകാളിയുടെ ചില പടങ്ങളുണ്ട്, ദേവി ഒരു വലത് കാല് കയറ്റി വെച്ച് അങ്ങനെ വാളും പിടിച്ചിരിക്കുന്ന പടങ്ങളുണ്ട്. അതേ സമയത്ത് ചില സരസ്വതി ദേവിയുടെ പടങ്ങളുണ്ട്, ദേവി ഇടത് കാല് കയറ്റി വെച്ച് വളരെ സാത്വികമായിരിക്കുന്ന രീതിയിലെ പടങ്ങളുണ്ട്. മനസ്സിലാവും? അത് ഈ മഹാമുദ്രയാണ് സൂചിപ്പിക്കുന്നത്. വളരെ ഗോപ്യമായി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. പലരും ഇതിനെ അറിയില്ല. ഇനിയെങ്കിൽ മനസ്സിലായി. ചില ദേവിമാരെ കാണുമ്പോൾ, ചില രൗദ്ര ഗുണമുള്ള ദേവിമാരെ കാണുമ്പോൾ ശ്രദ്ധിച്ചോണം, ആ മഹാമുദ്രയാണ്. മനസ്സിലായോ? അങ്ങനെ നമ്മുടെ ക്യാരക്ടറിനെ തന്നെ ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയൊരു മുദ്ര, ഒരു മുദ്രയാണ് ഈ ഒരു മഹാമുദ്ര. ഇതുവഴി ഒരുപാട് സിദ്ധികൾ ലഭിക്കും. നമ്മളുടെ പഞ്ചക്ലേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിദ്യ, അസ്മിത, രാഗ, ദ്വേഷം, അഗ്നിവശം, ഇതുപോലെയുള്ള പഞ്ചക്ലേശങ്ങളെ മാറ്റാൻ പറ്റും. അങ്ങനത്തെ ഒരു മുദ്രയാണ്. കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും നമ്മൾ ഈ ഒരു മുദ്ര ഇരിക്കണം. രണ്ട് സ്ഥലത്തും എന്ന് വെച്ചാൽ രണ്ട് കാലിലും മാറി ബാലൻസ് ചെയ്ത് തന്നെ ഈ ഒരു മുദ്ര ചെയ്യണം. മനസ്സിലായോ? ഒരു കാല് മാത്രം ആയി പോകില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ ക്യാരക്ടർ ചേഞ്ച് ആയി പോകും. മനസ്സിലാക്കുക. അങ്ങനത്തെ ഒരു സംഭവമാണ്. നമ്മൾ വലത് കാലം മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാൻ നമ്മൾ മൊത്തത്തിൽ നമ്മൾ രൗദ്ര ഗുണമുള്ള ആളായി മാറും, ഭയങ്കര ദേഷ്യക്കാരനായി മാറും. ഇടത് കാലം മാത്രം ചെയ്യണം, നമ്മളൊരു പാവത്തനായി മാറും. മൊത്തത്തിൽ നമ്മൾ സാത്വികമായി വളരെ ശാന്തമായിട്ട് പോകുന്ന ഒരാളായി. രണ്ടിടത്ത് ഒരേപോലെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഗുണവും നമുക്ക് ഒരേപോലെ കിട്ടും. നമ്മളെല്ലാം ബാലൻസ് ആയിരിക്കണം, എല്ലാ ഗുണങ്ങളും നമുക്ക് ബാലൻസ് ആയിരിക്കണം. മനസ്സിലാവും? നമുക്ക് ഏതെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാൽ പോലും നമ്മളെ ശരീരത്തിനും മനസ്സിനും നമ്മളുടെ ജീവിത സാഹചര്യത്തിനും അത് ബുദ്ധിമുട്ടാണ്. തമോ ഗുണമായിരുന്നാലും ശരി, രജോ ഗുണമായിരുന്നാലും ശരി, സാത്വിക ഗുണമായിരുന്നാലും ശരി, ഇതെല്ലാം ബാലൻസ് ആയിട്ട് എന്നെ നിൽക്കണം നമ്മുടെ ശരീരത്തിൽ. അങ്ങനെ നിൽക്കുന്നതാണ് നമുക്കും നമ്മളുടെ ശരീരത്തിനും ഈ പ്രകൃതിക്കും നല്ലത്. ഏതെങ്കിലും ഒരു ഗുണം കൂടിയാൽ മതി, അത് എല്ലാത്തിനും ദോഷവും. സാത്വിക ഗുണം ആത്മീയതയിൽ സാത്വിക ഗുണം കൂടണമെന്നാണ് പറയുന്നത്. സാത്വിക ഗുണം കൂടിയാൽ ആത്മീയതയിൽ പ്രശ്നമില്ല. മനസ്സിലായോ? ശരി, നമസ്തേ.